ചേച്ചി ഇപ്പം സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞു ക്യാമറയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ അനായാസമായിട്ട് കോമഡി വരുന്നതിൻ്റെ കാര്യം ഇന്നതാണെന്ന്. അമ്മയെ സ്മരിച്ചപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു കോമഡി ഒരു സീൻ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്? എനിക്ക് ഇഷ്ടമുള്ള കുറേ കോമഡി ആർട്ടിസ്റ്റിന്റെ പറയാം. എനിക്ക് ജയറാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഫാനാണ് ജയറാമിന്റെ. ദിലീപിന്റെ ഭയങ്കര ഫാനാണ്. അയ്യോ, ഇന്നലെയിൽ എന്ത് മനോഹരമായ അത്. ശരിക്കും പത്മരാജൻ സാറിന്റെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അമ്മയും മോനും എന്നുള്ള റിലേഷൻഷിപ്പ് പപ്പനും ചേച്ചിയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. മിസ്സസ് പത്മരാജനും സണ്ണുമായിട്ടുള്ള. കാരണം പിച്ചുമൊക്കെ ചെയ്യും, വേദനിപ്പിക്കും, ശാരീരികമായിട്ട് ഒത്തിരി പിച്ച് അടിക്കുകയൊക്കെ ചെയ്യും, സ്നേഹം കൂടിയിട്ടേ. അപ്പോൾ പറഞ്ഞു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. അപ്പോൾ അത് ആ ഒരു പടം തന്നെ ശരിക്കും എനിക്ക് നല്ല മെമ്മറബിൾ ഫിലിമാണ്. അതിനകത്ത് അമ്മയും ഒരു വ്യത്യസ്തമായിട്ടുള്ള അമ്മ, അതായത് മകനെ കുറിച്ചുള്ള ആ വലിയ ആകാംക്ഷയുണ്ട് എന്തായി മാറും എന്നുള്ളത്. എന്നിട്ട് അത് പ്രകടിപ്പിക്കാതെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന, വളരെ ആലോചിച്ച് ആ ഒരു ഫോൺ വരുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ മനസ്സിലായി. പത്മരാജൻ എന്ന് പറയുന്ന മഹാന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു നേട്ടമാണ് നമുക്ക് കിട്ടിയത്. ഈ 35 കൊല്ലം കൊണ്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഒരു ചരിത്രം നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങേറ്റം സീരിയലുകളിൽ വരെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് പറയാൻ സാധിക്കുമോ? പണ്ടത്തെ സിനിമ സംസ്കാരവും ഇന്നത്തെ സിനിമാ സംസ്കാരവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ചെക്ക് എന്ന് പറയാൻ, ചെക്ക് എന്ന് പറയുന്ന ചെസ്സിൽ പറയുന്നത് അതുപോലെ സ്ട്രെയിറ്റ് സൗണ്ട്, അത് ഭയങ്കര ഒരു ഡിഫറൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അങ്ങ് ഏറ്റവും 100% പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പ് വരാൻ പറ്റില്ല. വിട്ടുവീഴ്ചകളൊന്നും പറ്റില്ല. എത്ര ടേക്ക് വേണമെങ്കിൽ എടുക്കും, പക്ഷേ യു ഹാവ് ഗോട്ട് ടു ബി പെർഫെക്റ്റ് ആസ് എൻ ആർട്ടിസ്റ്റ്. അതായിരുന്നു കുറച്ചുകൂടെ മെച്ചമായിരുന്നു അല്ലേ? തീർച്ചയായും. കാരണം അന്നത്തെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് മുമ്പ് വന്ന ഹീറോയിൻസ് ആണെങ്കിലും തമിഴിൽ ആണല്ലോ ഞാൻ ആദ്യം തുടങ്ങിയത്. അന്നൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ പത്മിനി ചേച്ചിയാട്ടെ, അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഹീറോയിൻസ് ആട്ടെ, എല്ലാവരും ഒന്നുകിൽ തെലുങ്ക് അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ ഫ്രം കേരള, അങ്ങനെയായിരുന്നു. ഇവരെല്ലാവരും ശുദ്ധമായ തമിഴ് പറഞ്ഞത് എങ്ങനെ പഠിക്കും? ഡയലോഗിന് വേണ്ടിയിട്ട് ഡയലോഗ് കോച്ച്, ഡയലോഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ട്. അതിപ്പോൾ ഇല്ല. കാരണം ഇപ്പോൾ ഡയലോഗിൻ്റെ ആവശ്യമില്ല, എല്ലാം ഡബിങ് അല്ലേ. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം. 1 2 3 4 രാമ എന്ന് വേണമെങ്കിൽ പറയാം, എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അങ്ങനെയല്ല. ഈ ഡയലോഗ് കോച്ച് വന്ന് തലേ ദിവസം തന്നെ നമുക്ക് ഡയലോഗും തന്ന് നമ്മളെ കൊണ്ടത് പറയിപ്പിക്കും. അതിലുള്ള കറക്ഷൻസ്, ആ ഡിക്ഷനിൽ, പിന്നെ അതിൻ്റെ ഈ ഭാഷയുടെ ട്യൂണ്, ഇതെല്ലാം നമ്മളെ പറഞ്ഞ് ഈ ഡയലോഗിൻ്റെ ഡിഗ്രി ഓഫ് എമോഷൻ ഇതായിരിക്കണം, ഇതൊക്കെ പറഞ്ഞ് പിന്നെ അത് നമ്മുടെ സ്റ്റൈലിലാക്കി എടുക്കുക. പക്ഷെ അതിൻ്റെ ബേസിക് ഇതാണ്, ബേസിക് നെസസറി ക്വാളിറ്റി ഇതാണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതായിരിക്കണം എന്നും പറഞ്ഞ് അയാൾ കറക്റ്റായിട്ട് അത് പറഞ്ഞ് ഏൽപ്പിക്കും. നമ്മൾ അതേ പറയാൻ പറ്റുള്ളൂ, അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ അന്നത്തെ ഈ സൗണ്ട് പ്രൂഫ് ഇന്നത്തെ പോലെ ഒരു വലിയ ടെക്നിക്കലായിട്ട് നമുക്ക് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ല. കുറേ വൈക്കോല് കൊണ്ടുവന്ന് സ്റ്റഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചാക്കിട്ടിട്ട് ആണ് സൗണ്ട് പ്രൂഫ് ആക്കുന്നത്. ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള പഴയ സൗണ്ട് പ്രൂഫ് എല്ലാം. ഒറിജിനൽ സൗണ്ട് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം ഈ ഒരു കണ്ടീഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള പടങ്ങളാണ്. അതിൻ്റെ ക്വാളിറ്റി എന്താണ് ഇപ്പോഴും വിശ്വസിക്കാൻ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സ്റ്റുഡിയോയ്ക്കകത്ത് ഹോൺ ബ്ലോ ചെയ്യാൻ പറ്റൂല 9 മണിക്ക് ശേഷം, നോ വിസിറ്റേഴ്സ്, അതൊന്നും അലൗഡ് അല്ല. ഇപ്പം ആർക്ക് എങ്ങനെ കയറി ഇറങ്ങാം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്? ഇപ്പോൾ എല്ലാ തെരുവിലും ഓരോ ക്യാമറ വെച്ച് എടുത്തോണ്ടിരിക്കില്ലേ, അതൊന്നും പറ്റൂല. അപ്പം ഇങ്ങനെയായിരുന്നു. അത് തുറന്നു കളഞ്ഞപ്പോൾ അതിൻ്റെ വാല്യൂ പോയി. ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റുമോ? ചേച്ചി അന്നത്തെ പാട്ട് രംഗത്തെ കുറിച്ച് പറഞ്ഞു, ഓർക്കസ്ട്ര പുറകെ ഉന്തിക്കൊണ്ട്. ഇതുപോലെ തന്നെ കംപ്ലീറ്റ് നൃത്തവും അഭ്യസിച്ച് അത് അങ്ങനെയായിരുന്നു അന്ന് ഈ ക്ലാസിക്കൽ നൃത്തങ്ങളെല്ലാം അവതരിപ്പിച്ചിരുന്നത്. അതെ അതെ അതെ. അത് ഒരു രുക്മിണി ദേവി അമ്മ പിന്നെ ബാലസരസ്വതി അമ്മ അവരുടെ കാലഘട്ടത്താണ് അവരത് കുറച്ചുകൂടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ സൈഡിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട്, അതിനു മുമ്പ് ഡാൻസേഴ്സ് ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് ഡാൻസ് ചെയ്യുമ്പോൾ പുറകെ ഓർക്കസ്ട്രക്കാർ നടന്നു വരും, അതേപോലെ ബാക്കി പോകും. അവരും പ്രോഗ്രാം തീരുന്നവർ നിന്നാ വായിക്കുന്നത്. മൃദംഗമൊക്കെ ഇങ്ങനെ തോളെ കയറ് കെട്ടി ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടാണ് വായിക്കുന്നത്. അത് ചിന്നമേളം എന്നാണ് അതിനെ പറഞ്ഞിരുന്നത് തമിഴിൽ. അപ്പം അമ്പലങ്ങളിൽ അങ്ങനെയായിരുന്നു ഒരു. പിന്നെ അത് സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ രുക്മിണി ദേവി അമ്മയാണ് ആദ്യം അത് കറക്റ്റാക്കി അവർക്കൊരു സ്ഥാനം കൊടുത്ത് അവരെ സൈഡിലൊക്കെ ഇരുത്തി പക്കവാദ്യം പക്കമേളം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ടൈറ്റിലൊക്കെ കിട്ടി. അങ്ങനെ അത് പിന്നീടാണ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നത്.